നമസ്കാരം പ്രിയമുള്ളവരെ, PM ശ്രീ നടപ്പിലാക്കിയാൽ മുസ്ലിം ലീഗ് UDF വിടുമെന്നുള്ള ഒരു ചർച്ച മാധ്യമ ഇടങ്ങളിലും ഒപ്പം അവലോകനങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കിടയിൽ വായിക്കുമ്പോൾ അങ്ങനെ ഒരു സന്ദേശമാണ് നൽകുന്നത്. അദ്ദേഹം പറയുന്നു, പൊളിറ്റിക്കൽ ബ്രാൻഡ്, BJPയുടെ പൊളിറ്റിക്കൽ ബ്രാൻഡാണ് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി. അത് UDF നടപ്പിലാക്കിയാൽ അതിൻ്റെ പാപഭാരം എന്നേക്കുമായി UDF ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ അതിൻ്റെ പാപഭാരം ഏറ്റെടുക്കുവാൻ ലീഗ് മന്ത്രിമാർ ഉണ്ടാകരുത് എന്നാണ്. അതായത് ലീഗ് മന്ത്രിമാരുള്ളപ്പോൾ ഒരിക്കലും PM ശ്രീ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടിയുറച്ചു പറയുന്നു. ഈ വാക്കുകൾക്കിടയിൽ വായിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നിതാണ്: ഒന്നുകിൽ PM ശ്രീ UDFന്റെ കാലത്ത് നടപ്പിലാക്കിയാൽ മുസ്ലിം ലീഗ് UDF വിടും, അതല്ലെങ്കിൽ ലീഗ് മന്ത്രിമാർ മന്ത്രിസഭ വിടും എന്നതാണ് ഈ ഒരു പ്രസ്താവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സത്യം. അദ്ദേഹം ശക്തമായി തന്നെ പറയുന്നുണ്ട്, ലീഗ് മന്ത്രിമാർ ഉള്ളപ്പോൾ PM ശ്രീ നടപ്പിലാക്കില്ല എന്നത്. പ്രത്യേകിച്ചും ലീഗ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഏറ്റവും ശക്തമായി എതിർത്ത പദ്ധതികളിൽ ഒന്നാണ് PM ശ്രീ. KM ഷാജി പറഞ്ഞത്, UDF അധികാരത്തിലെത്തിയാൽ പിന്നെ ഈ പദ്ധതി എടുത്ത് അറബിക്കടലിൽ എറിയുമെന്നാണ്. എന്തായാലും UDFന്റെ ചില നിഗമനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ PM ശ്രീ ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും നടപ്പിലാക്കണമെന്ന രീതിയിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും UDF കൺവീനർ അടൂർ പ്രകാശിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസ്താവനകളൊക്കെ PM ശ്രീ നടപ്പിലാക്കേണ്ടി വരും എന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ലീഗ് വളരെ ശക്തമായി തന്നെ PM ശ്രീ നടപ്പിലാക്കുന്നതിനെതിരെ രംഗത്തുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ സംസ്ഥാന സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിക്കും എന്ന രീതിയിലാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെയും വരുന്നത്. ലീഗ് PM ശ്രീയിൽ ശക്തമായ നടപടികൾ എടുക്കുന്നു. PM ശ്രീ നടപ്പിലാക്കിയാൽ ഒന്നുകിൽ ലീഗ് UDF വിടും, അതല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് പിന്മാറും എന്ന രീതിയിലുള്ള ഒരു സംഭാഷണം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. തൽക്കാലം UDF മന്ത്രിസഭയിൽ നിന്ന് ലീഗ് പിന്മാറിയാലോ അല്ലെങ്കിൽ പിന്തുണ പിൻവലിച്ചാലോ ഒന്നും UDF മന്ത്രിസഭയ്ക്ക് വിഘാതമുണ്ടാകില്ല എങ്കിൽ പോലും ദൂരവ്യാപകമായ UDF എന്നൊരു സംവിധാനം ഇല്ലാതാകുന്നതിന് കാരണമാകും എന്നൊരു രാഷ്ട്രീയ നിഗമനം കൂടിയുണ്ട്. പ്രത്യേകിച്ചും UDF വലിയ വിജയം നേടിയ ജില്ലകൾ, കോഴിക്കോട് ജില്ലയിലെ ആകെയുള്ള 13 സീറ്റിൽ 12, മലപ്പുറം ജില്ലയിലെ ആകെ 16-ൽ 16 സീറ്റ്, അതൊക്കെയും ലീഗിൻ്റെ ഒരു കരുത്തിൽ UDF നേടിയതാണ് എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസിന് കൂടി ഉള്ളതുകൊണ്ട് തന്നെ ലീഗിനെ പിണക്കി പുറത്താക്കുവാൻ കോൺഗ്രസ് തുനിയില്ല എന്ന രീതിയിലുള്ള ഒരു നിഗമനം തന്നെയാണ് പുറത്തു വരുന്നത്. PM ശ്രീ ലീഗിൻ്റെ മന്ത്രിമാരുള്ളപ്പോൾ നടപ്പിലാക്കിയാൽ പിന്നെ അത് ലീഗിൻ്റെ കഥ കഴിഞ്ഞതുപോലെയാകും എന്ന ഒരു വിലയിരുത്തലാണ് ലീഗിനെ സംബന്ധിച്ചുള്ളത്. കാരണം PM ശ്രീ പദ്ധതിക്കെതിരെയുള്ള വലിയ വിമർശനങ്ങൾ, പ്രക്ഷോഭങ്ങൾ ഒക്കെയാണ് ലീഗിന് മലപ്പുറം ജില്ലയിൽ വലിയ മെജോറിറ്റിയിൽ സീറ്റുകളൊക്കെയും നേടുവാൻ കഴിഞ്ഞ. നമുക്കറിയാം, മലപ്പുറം ജില്ലയിലെ ഒരു ഇലക്ഷൻ റിസൾട്ട് അവലോകനം ചെയ്യുകയാണെങ്കിൽ മിക്ക സീറ്റിലും ലീഗ് 50,000-ഓ 45,000-ഓ ഒക്കെ വോട്ടിനാണ് വിജയിച്ചിട്ടുള്ളത്. മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 85,000-ൽ പരം വോട്ടുകളാണ്. അത് ഒക്കെയും PM ശ്രീ നടപ്പിലാക്കുവാൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നു എന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം വോട്ടുകളൊക്കെയും ക്രോഡീകരിക്കപ്പെട്ട് ലഭിച്ച വോട്ടാണ്. പ്രത്യേകിച്ചും UDFന്റെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ വലിയ വിജയത്തിന് കാരണം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം PM ശ്രീ നടപ്പിലാക്കുവാൻ, സംഘപരിവാറിൻ്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കുവാൻ സംഘപരിവാർ സർക്കാരും സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരും ചേർന്ന് ശ്രമിക്കുന്നു എന്ന ഒരു നിഗമനത്തിലായിരുന്നു. പക്ഷേ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും PM ശ്രീ നടപ്പിലാക്കുവാൻ ശ്രമിച്ചാൽ ആ വോട്ട് ബാങ്കുകളൊക്കെയും നഷ്ടപ്പെടും. ലീഗിനെ സംബന്ധിച്ച് അത് സഹിക്കാവുന്നതിലപ്പുറമാണ്. കാരണം ഒരുപക്ഷെ ലീഗിന് ഈ മന്ത്രിസഭയിൽ വിട്ടുപോയാൽ വലിയ കോട്ടങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ PM ശ്രീ നടപ്പിലാക്കിക്കൊണ്ട് ഈ മന്ത്രിസഭയിലോ ഈ മുന്നണിയിലോ തുടങ്ങിയാൽ ലീഗിൻ്റെ വോട്ട് ബാങ്കുകളൊക്കെയും ഇല്ലാതാക്കി പോകും എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് ഇടതുപക്ഷത്തിലേക്ക് പോകും എന്നൊരു യാഥാർത്ഥ്യം ലീഗ് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ PM ശ്രീക്കെതിരെ ശക്തമായ ഒരു നടപടിയെടുക്കുവാൻ തന്നെയാണ് ലീഗിൻ്റെ തീരുമാനം എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും പുറത്തു വരുന്നത്. PM ശ്രീയുമായി എന്തായാലും ലീഗിന് മുന്നോട്ട് പോകുവാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഇതോടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി നൽകിയ ഉത്തരം, ആവശ്യമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് PM ശ്രീയിൽ നിന്ന് പിന്മാറാമെന്നാണ്. നേരത്തെ ലീഗും UDFും ഒക്കെ കൊടുത്ത ഒരു വാർത്ത അല്ലെങ്കിൽ നിഗമനം എന്ന് വെച്ചാൽ കഴിഞ്ഞ സർക്കാർ PM ശ്രീയിൽ ഒപ്പിട്ടുപോയി, അതുകൊണ്ട് ഇനി സംസ്ഥാന സർക്കാരിന് പിന്മാറുവാൻ കഴിയില്ല എന്നാണ്. പക്ഷേ രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നൽകിയ മറുപടിയിൽ അങ്ങനെ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് പിൻവാങ്ങാം, പക്ഷേ
കിട്ടുന്ന തുക കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന തുക അതില്ലാതാകും സംസ്ഥാന സർക്കാരുകൾക്ക് എന്നാണ്. പക്ഷേ ഇന്നലെ കെ.സി. വേണുഗോപാലിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിലൊക്കെ ഈ PM ശ്രീ പദ്ധതി ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ ആ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പക്ഷേ കിട്ടുന്ന തുക വളരെ തുച്ഛമാണ്, 300-400 കോടി രൂപയാണ് എന്നാണ്. അപ്പോൾ ലീഗിൻ്റെ ഒരു വാദം എന്ന് പറയുന്നത് ഈ തുച്ഛമായ 300-400 കോടി അത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ ബഡ്ജറ്റിനേക്കാളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു തുകയാണ്. അത്തരം ഒരു തുകയ്ക്ക് വേണ്ടി PM ശ്രീ പോലെ സംസ്ഥാന UDFൻ്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന ഒരു പദ്ധതിയുമായി ഈ ചെറിയ തുകയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നാണ്. എന്തായാലും ഇപ്പോൾ കെ.സി. വേണുഗോപാലിൻ്റെ പിന്തുണ കൂടി ലീഗിന് കിട്ടുന്നുണ്ട് എന്നാണ് ഈ കെ.സി. വേണുഗോപാലിൻ്റെ പ്രസ്താവനയും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയൊക്കെ പ്രസ്താവനയുമായിട്ട് ക്രോഡീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നിഗമനം. എന്തായാലും UDF ഈ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിഗമനങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായപ്പോൾ സംസ്ഥാന BJPയുടെ മുൻ അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ശംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ PM ശ്രീ നടപ്പിലാക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന്. അത് ലീഗിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ്. കാരണം BJPയുടെ സംസ്ഥാന നേതാക്കന്മാരിൽ പ്രമുഖൻ്റെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നു, PM ശ്രീ ലീഗിനെ കൊണ്ട് തന്നെ നടപ്പിലാപ്പിക്കും എന്ന രീതിയിൽ. അതും ലീഗിനെ ഇതിനെതിരെയുള്ള ഒരു സമ്മർദ്ദം ശക്തമാക്കുവാൻ സമ്മർദ്ദം ചെലുത്തുന്ന ഘടകങ്ങൾ ഒന്നാണ് എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഉപസമിതി 3 പേരാണ് ഈ ഉപസമിതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിയമിച്ചിരിക്കുന്നത്. ഈ PM ശ്രീ നടപ്പിലാക്കണമോ നടപ്പിലാക്കണ്ടോ എന്ന കാര്യം ചർച്ച ചെയ്യാൻ. അതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീനാണ് അതിൻ്റെ ചെയർമാൻ. ഒപ്പം റോജി M. ജോൺ, M. ലിജു 3 പേരാണ് അതിലുള്ളത്. എന്തായാലും ആ ഉപസമിതിയും PM ശ്രീക്കെതിരെയുള്ള നടപടികളിലേക്കാണ് പോകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട്. എന്തായാലും ലീഗിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് ഒരുപക്ഷെ കോൺഗ്രസ് വഴങ്ങാനാണ് സാധ്യത. അതല്ലെങ്കിൽ ലീഗ് കടുത്ത നടപടികളിലേക്ക് പോകും എന്ന രീതിയിൽ തന്നെയാണ് ചർച്ചകൾ വരുന്നത്. പ്രത്യേകിച്ചും സമസ്തയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ലീഗിനുണ്ട്. ലീഗിൻ്റെ വോട്ട് ബാങ്കാണ് സമസ്ത. മറ്റു സംഘടനകളും ഒക്കെ വളരെ ശക്തമായി തന്നെ PM ശ്രീ നടപ്പിലാക്കുന്നതിനെതിരെ രംഗത്തുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു ചർച്ച വരുന്നത് PM ശ്രീയുടെ തുക കൈപ്പറ്റിക്കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ചില ആയിട്ടുള്ള വിദ്യാഭ്യാസ സിലബസുകളുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകാനാണ്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന കാര്യത്തിൽ ചർച്ച നടക്കുകയാണ്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ അത്തരം ഫണ്ടുകൾ നിർത്തലാക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന രീതിയിലുമൊക്കെ പഠനങ്ങൾ നടക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. എന്തായാലും PM ശ്രീയുമായി ബന്ധപ്പെട്ട് UDFിനുള്ളിൽ വലിയ തർക്കങ്ങൾ രൂപപ്പെടുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് വരുന്നത്. PM ശ്രീ അതുമായി മുന്നോട്ട് പോയാൽ UDF സർക്കാരിൽ നിന്ന് പിന്മാറുന്നതിനോ അല്ലെങ്കിൽ UDF മുന്നണി വിടുന്നതിനോ ലീഗ് തയ്യാറായേക്കും എന്ന സൂചന തന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകളിൽ നിന്ന് നിഴലിക്കുന്നത് എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് പുറത്തു വരുന്നത്. UDFിനെ സംബന്ധിച്ച് 2 മാസം പൂർത്തിയാകുമ്പോൾ PM ശ്രീയിൽ തട്ടി വീഴുമോ എന്ന വലിയൊരു ചർച്ച വരികയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.